വാക്സിൻ നിങ്ങൾക്കൊരു പ്രശ്നമാണ്. വാക്സിനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ ഏതൊക്കെ, അതുപോലെ ബിഫോർ വാക്സും ആഫ്റ്റർ വാക്സും ഉണ്ടോ, ഇനി കാർട്രിഡ്ജ് വാക്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടോ, പാരഫിൻ വാക്സ് എന്താണ്, ഇനി കാർട്രിഡ്ജ് വാക്സ് ഉപയോഗിക്കേണ്ട മെഷീൻ വേറെയാണ്, സ്ട്രിപ്പ് ഏതാണ്, അത് ആപ്ലിക്കേറ്റർ നമുക്ക് ഡിസ്പോസിബിൾ ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ വീഡിയോ കണ്ടാൽ ഹായ്, നമ്മുടെ മെക്കേഡ മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം. എനിക്ക് കുറേയേറെ മെസ്സേജ് വന്നിരുന്നു, പിന്നെ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അത്തരം നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾക്ക് ധാരാളമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ വരുന്ന ഒരു എൻക്വയറി വാക്സിനുമായി ബന്ധപ്പെട്ടാണ്. വാക്സിങ് എപ്പോഴും ഒരു പ്രൊഫഷണൽ ആയി ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന രീതിയിൽ വാക്സിങ് ഒരിക്കലും വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് ആ പ്രൊഫഷണലായിട്ടുള്ള അതിൻ്റെ വാക്സ് നൈഫ്, അത് തന്നെ ഇപ്പോൾ വുഡൻ ഡിസ്പോസിബിൾ വാക്സ് നൈഫ് ഉണ്ട്. അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ അത് പിന്നീട് വീണ്ടും കൂടുതൽ ബാക്ടീരിയ എഫക്റ്റഡ് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇറിറ്റേഷൻസ് കാര്യങ്ങൾക്കൊക്കെ കാരണമാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സലൂണിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പറായ രീതിയിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വാക്സിങ് എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും സലൂൺ ബേസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതി. ഇനി വീടുകളിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതലും നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഞാൻ എപ്പോഴും വാക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഒന്നെങ്കിൽ നല്ലൊരു അലോവേര ജെല്ല്, അതല്ലെങ്കിൽ നമ്മുടെ വേദിക് ലൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ ആൻറ്റി റാഷ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കായകൽപ്പിലാണെങ്കിൽ ആൻറ്റി അലർജിക് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. ഈ ക്രീമുകൾ നിങ്ങൾ സലൂൺ നടത്തുന്നവരാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സലൂണിലൊന്ന് കരുതി വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ അടുത്ത് തന്നെ ക്ലയൻറ്റുകൾ എപ്പോഴും പലതരത്തിലുള്ള സ്കിന്നും അതിൻ്റെ സെൻസിറ്റിവിറ്റി പല അളവിലുമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വരുന്ന ക്ലയൻറ്റിനെ നമുക്ക് ഒരു എന്താ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടായി, ചിലപ്പോൾ വാക്സ് ചെയ്ത സമയത്ത് ഒന്ന് തിണർത്ത് വരിക എന്ന് പറയണ പോലെ, അല്ലെങ്കിൽ ചുവന്ന് വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാക്കാൻ ഏറ്റവും നല്ല സാധനമാണ് അലോവേര ജെല്ല്. ഇനി അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് അലർജിയോ ഒരു സെൻസിറ്റിവിറ്റിയോ ഉള്ള ആളുകൾക്കാണെങ്കിൽ ആൻറ്റി റാഷ് എന്ന് പറയുന്ന ഒരു ക്രീം നമ്മുടെ വേദിക് ലൈനിലും, അതുപോലെ തന്നെ ആൻറ്റി അലർജിക് എന്ന് പറയുന്നിട്ട് ഒരു ക്രീം നമ്മുടെ കുൽസും കായകൽപ്പിലും ലഭ്യമാണ്. ഇതെപ്പോഴും നിങ്ങൾ സലൂണിൽ കരുതി വെക്കണമെന്നുണ്ടാവും. നമ്മൾ വാക്സിങ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വാക്സുകളുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ക്ഷമ വാക്സ് എന്ന് പറയും. ക്ഷമ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതെന്തോ സംഭവമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ട്, ക്ഷമ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കിൽ മെഴുക് എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ വാക്സ് എന്ന് പറയുന്ന മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പല പേരുകളും പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യുന്ന ലിപ്പോസോലബിൾ വാക്സ്, പിന്നെ ഷുഗർ കണ്ടൻറ്റ് വരുന്ന നമ്മുടെ ഒട്ടുമിക്ക വാക്സ്, ഉദാഹരണത്തിന് സ്ലീക്ക്, ഹണി വാക്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അതുകൂടാതെ പിന്നെ ജെൽ വാക്സ്, ഹൈഡ്രോസോലബിൾ വാക്സ്, ഇങ്ങനെ വാക്സിൻ്റെ തന്നെ പല തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. ഒപ്പം തന്നെ കോൾഡ് വാക്സ്, പ്രത്യേകിച്ചും ചൂട് തീരെ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ കോൾഡ് ആയിട്ടുള്ള വാക്സ് വെച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ സ്ട്രിപ്പുകൾ തന്നെ, ഇപ്പം ഞാനീ പറഞ്ഞ ലിപ്പോസോലബിൾ വാക്സിനാണ് ഉപയോഗിക്കുന്ന സ്ലിപ്പ് വേറെയാണ്. എന്നാൽ ഷുഗർ കണ്ടൻറ്റുള്ള നോർമൽ നമ്മളുടെ ഹോട്ട് വാക്സ് യൂസ് ചെയ്യുന്ന സ്ട്രിപ്പ് വേറെയാണ്. അങ്ങനെ പിന്നെ വാക്സ് തന്നെ സ്ട്രിപ്പിൽ വരുന്നതുണ്ട്. ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ വാക്സിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളുള്ളതിൽ കുറേ വാക്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിലുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ വാക്സ് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അപ്പർ ലിപ്പ്, അതുപോലെ തന്നെ അണ്ടർആം, ബിക്കിനിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി ക്ഷമ വാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാം. അതിനാണ് പ്രത്യേകിച്ചും നമ്മുടെ GCC സൈഡിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബീൻ വാക്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു 40 ഡിഗ്രിയിൽ അത് മെൽറ്റാവും. മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 1 മിനിറ്റിനുള്ള അത് നന്നായിട്ട് സെറ്റാവും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഹെയർ ഗ്രോത്തിന് ഓപ്പോസിറ്റ് ജസ്റ്റ് ഒരു സൈഡ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാക്സിങ് നടക്കും. ഇപ്പോൾ നമുക്ക് ചിലർ ഇപ്പോൾ ജെൻസിൻ്റെ ഒക്കെ ഇത് നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, താടിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെച്ചിട്ട് വലിച്ചെടുക്കുന്നത്. അപ്പോൾ വാക്സിങ്ങിൽ അത്തരത്തിലുള്ള പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് സ്ട്രിപ്ലെസ് വാക്സ്. സ്ട്രിപ്ലെസ് വാക്സിൽ തന്നെ കുറേയേറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ വാക്സിങ്ങുമായി ബന്ധപ്പെട്ട്
നിങ്ങൾക്കുള്ള സംശയങ്ങൾ കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അപ്പോൾ വാക്സിനിൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ നിങ്ങൾക്ക് തടയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ക്രീമുകൾ നിങ്ങൾ സേഫ്റ്റി ആയിട്ട് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ആഫ്റ്റർ വാക്സും ബിഫോർ വാക്സും യൂസ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ വാക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വാക്സിൻ ചെയ്യുന്ന ഏരിയയിലെ സ്കിന്നിൻ്റെ പോസൊക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കായിരിക്കും അതിൻ്റെ ഫോർമുലേഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ക്ലയൻറ്റിന് ഒരു പരിധിവരെ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കിനി ഞാൻ കൂടുതലായിട്ട് ഈ പറയുന്ന വാക്സിനുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്സിൻ ഏരിയയിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ വാക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വലിയൊരു സെഗ്മെൻറ്റ് ഇവിടെയും അപ്പുറത്തുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൾഡ് വാക്സ്, ചിലർക്ക് തീരെ സെൻസിറ്റീവായിട്ടുള്ള ചൂട് പറ്റൂല, തീരെ ചിലർക്ക് വാക്സ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ആ ഹീറ്റ് പറ്റില്ലാത്ത ആളുകൾക്ക് കോൾഡ് വാക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ സ്ലീക്കിൻ്റെ കോൾഡ് വാക്സ് ഉണ്ട്. ഇനി ഇതേ സംഭവം തന്നെ ഹോട്ട് വാക്സ്, അതായത് നമ്മൾ ഹീറ്ററിലിട്ടിട്ട് ഹോട്ട് ഇത് മെൽറ്റാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് സ്ട്രിപ്ലെസ് വാക്സ്. സ്ട്രിപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾക്കിത് ആവശ്യമുള്ള അത്രയും പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 40 ഡിഗ്രിയിൽ ഇത് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ വാക്സിൻ്റെ ആപ്ലിക്കേറ്റർ, അതായത് ഒരു വുഡൻ സ്റ്റിക്ക് ഉണ്ട്, ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും ശരിക്കും ആ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പർ ലിപ്പ്, അണ്ടറാം, അതുപോലെ തന്നെ ബിക്കിനി പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വാക്സ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 3 ഫ്ലേവർ വരും, വൈറ്റ് ചോക്ലേറ്റ്, അതേപോലെ തന്നെ സ്റ്റാർ ജെൽ വാക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ബോഡി കെയറിനാണ്. അത് കൂടാതെ ബ്ലാക്ക് ഹൈബ്രിഡ് വാക്സ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ ഇതിൻ്റെ തന്നെ ചെറുതും ഇതുണ്ടോ, ഇതിൻ്റെ ചെറുതും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ചെറിയൊരു ബോക്സായിട്ട് ചെറിയ പൈസയ്ക്ക് ഇതും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഇതുപോലെ ജസ്റ്റ് 40 ഡിഗ്രിയിൽ മെൽറ്റായതിന് ശേഷം നമ്മൾ ഇപ്പോൾ അപ്പർ ലിപ്പ് ആണെങ്കിൽ ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ അപ്ലൈ ചെയ്യുക. ഹെയർ ഗ്രോത്തിന് ഓപ്പോസിറ്റായിട്ട് ഒരു 30-40 സെക്കൻഡിൽ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഒരു സ്ട്രിപ്ലെസ് വാക്സ് എന്ന് പറഞ്ഞാൽ, പലരും ഷെമ വാക്സ് എന്ന് പറഞ്ഞ സംഭവം അത് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലോറിനയുടെ വാക്സ്, ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വാക്സാണ് കലണ്ടുല എന്ന് പറഞ്ഞിട്ടുള്ള വാക്സ്. പിന്നെ ഡീറ്റാൻ, ഹൈഡ്രോസോലബിൾ വാക്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമ്മളുടെ ഒരു വാക്സിങ്ങിൻ്റെ കളക്ഷനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇനിയിപ്പോൾ ചിലർക്ക് ആഫ്റ്റർ വാക്സിൻ ക്രീം വേണമെങ്കിൽ ബോഡി കെയറിൽ ഇതേപോലെ തന്നെ നമ്മൾ വാക്സിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെൻസിറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൂളാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ആഫ്റ്റർ വാക്സ് ക്രീം. ഇതിൻ്റെ ചെറുതും നമുക്ക് അവൈലബിൾ ആണ്, ചെറിയ ബോക്സ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ വാക്സിങ്ങിൻ്റെ തന്നെ നമുക്ക് വേറൊരു സെഗ്മെൻറ്റ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ക്രീമായിരിക്കും സ്ലീക്കിൻ്റെ തന്നെ ഫ്ലേവേർഡ് വാക്സ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് സ്ലീക്കിൻ്റെ അലോവേര വാക്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ സലൂണിലേക്ക് കൊണ്ടുപോകുന്ന നോർമൽ വാക്സ്. നമ്മളിപ്പോൾ ബോക്സായിട്ട് കാണിച്ചിരുന്നു, അതിൻ്റെ തന്നെ ടിന്നിലും സ്ട്രിപ്ലെസ് വാക്സ് അവൈലബിൾ ആണ്. സ്റ്റാർ സോഫ്റ്റ് ജെല്ല്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹൈബ്രിഡ് വാക്സ്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷമായിട്ട് കൊടുക്കുന്നതാണ്. കൊണ്ടുപോയ ആളുകൾ വീണ്ടും കൊണ്ടുപോകണതാണ്. അടിപൊളി റിസൾട്ടാണ്, ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 40 ഡിഗ്രിയിൽ തന്നെ മെൽറ്റായിട്ട് ഈസി ആയിട്ട് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വാക്സിങ്ങിൻ്റെ വേറൊരു ഫോമാണ്, അതായത് നമുക്ക് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കാർട്രിഡ്ജ് വാക്സ് എന്നും പറയും, ലിപ്പോസോളബിൾ വാക്സ് തന്നെയാണ്, അത് കാർട്രിഡ്ജിലാക്കി വരുന്നുണ്ട്. ഇത് മെൽറ്റാക്കാനായിട്ട് നമുക്കൊരു മെഷീൻ ഉണ്ട്, ആ മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മെൽറ്റാവും. ശേഷം ഇത് ഓണാക്കിയിട്ട് ഇതൊരു റോളാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ചിലർ സ്ട്രിപ്പ് എടുത്തിട്ട് സ്ട്രിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് സ്ട്രിപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു വേറെ ഫോമാണ്. പിന്നെ റിക്കയുടെ അതേപോലെ തന്നെ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ വാക്സ് ഉണ്ട്, ഇതും സ്ട്രിപ്ലെസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആഫ്റ്റർ വാക്സ് ബിഫോർ ഈ കാണുന്നതാണ് ഇത് മുഴുവൻ. ഇപ്പോൾ റിക്കയുടെ ആണെങ്കിൽ അർഗൻ ഓയിൽ, ആഫ്റ്റർ വാക്സ് ലോഷൻ. ഇത് പ്രീ വാക്സ് വരുന്നത് ജെല്ലായിട്ടാണ്, അതിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബയോസോഫ്റ്റിൻ്റെ ഇത് ആഫ്റ്റർ വാക്സ് ഓയിലാണ്, ഇത് പ്രീ വാക്സ് ജെല്ലാണ്. ഇനി അതുകൂടാതെ ഇവിടെ ഒരു സംഭവം കൂടി ഇരിപ്പുണ്ട്, പാരഫിൻ വാക്സ്.
പാരഫിൻ വാക്സ് ശരിക്കും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പെഡിക്യൂർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ മാനിക്യൂർ ചെയ്യുമ്പോഴൊക്കെ നല്ല മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്സിങ് മെത്തേഡാണ് ഇത്. ശരിക്കും ചൂടാക്കല്ല ചെയ്യുക. ഇത് ചെറിയൊരു ചൂട് തട്ടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മെൽറ്റായിട്ട് വാട്ടർ പോലെ ആവും. ഈ പാരഫിൻ വാക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പാരഫിൻ വാക്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് പാരഫിൻ വാക്സിനും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ ഹീറ്ററൊക്കെ വേറെയാണ്, സാധാ വാക്സിൻ പോലെയല്ല. പക്ഷേ അതിഗംഭീര റിസൾട്ടാണ്. നല്ല മോയ്സ്ചർ, നല്ല അടിപൊളി ടാൻ റിമൂവ് ചെയ്യുന്ന നല്ലൊരു സിസ്റ്റമാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഉറപ്പായിട്ടും ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ തന്നെ വേണ്ടില്ല ബീൻ വാക്സ്, അതിപ്പോൾ റിക്കയിലും വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇത് എസ്റ്റിലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ട്. ബീൻ വാക്സിൻ്റെ കുറേ ഒരു ബയോസോഫ്റ്റിലുണ്ട് ബീൻ വാക്സ്. അതേപോലെ തന്നെ ഇത് O3യുടെ പീൽ ഓഫ്, ഇത് തന്നെ സ്ട്രിപ്ലെസ് വാക്സാണ്, ബീൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിക്ക, എസ്റ്റിലോ, ന്യൂറോൺ, കുറേ സെഗ്മെൻറ്റ്, ഇതൊക്കെ സ്ട്രിപ്ലെസ് വാക്സാണ്. ആക്ച്വലി സ്ട്രിപ്ലെസ് വാക്സ് ഇപ്പോൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സ്ട്രിപ്ലെസ് വാക്സിലുള്ളത്. ഇനി ഈ വാക്സ് ഹീറ്ററുകളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ട് വാക്സ് ഹീറ്ററിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ കൂടി നമ്മൾ അടുത്തതായിട്ട് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വാക്സ് ഹീറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വാക്സ് ഹീറ്റർ ഉണ്ട്, ആ വാക്സ് ഹീറ്ററിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണ്, ഈ പറയുന്ന കാറ്റേജ് ഉപയോഗിക്കേണ്ട വാക്സ് ഹീറ്റർ ഏതാണ്, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാരഫിൻ വാക്സ് എന്താണ് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മളുടെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതുകൂടി പറയുക, ഒപ്പം ലൈക്ക് ചെയ്യുക. ഈ തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം